This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല, അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദ വിസിബിൾ, ടാൻജിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേം ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ
യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ്, അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവനീതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 30 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളായ പാപം, പാപത്താലുണ്ടായ നിത്യമരണം, ദൈവജീവൻ്റെ നഷ്ടം, ഈ പാപങ്ങളെ പരിഹരിക്കുവാനുള്ള മനുഷ്യവർഗത്തിൻ്റെ അക്ഷീണമായ പരിശ്രമങ്ങൾ, എന്നാൽ ഈ പരിശ്രമങ്ങളിലൂടെ ഒരുവനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ട് നീതിമാനാകുന്നില്ലെന്നും നാം പഠിച്ചു കഴിഞ്ഞു. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം തുടങ്ങി ദൈവം യേശുക്രിസ്തുവിനെ സകല മാനവജാതിക്കും പകരക്കാരനായി ഈ ഭൂമിയിലേക്ക് അയച്ച് സകല മനുഷ്യരെയും തൻ്റെ പുത്രൻ്റെ ക്രൂശ് മരണത്തിലൂടെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഈ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെ വിശ്വാസത്തെയും ദൈവം നീതിയായി കണക്കാക്കി അവനെ നീതീകരിച്ച് നീതിമാനാക്കുന്നുവെന്ന് റോമാലേഖനം 4-ാം അധ്യായത്തിലൂടെ നാം പഠിച്ചു കഴിഞ്ഞു. റോമാലേഖനം 5-ാം അധ്യായം ദൈവനീതി പ്രാപിച്ചതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ദൈവകൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തുവിലൂടെ ഈ ജീവനിൽ വാഴുമെന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണത്തിൻ്റെ മേലുള്ള നമ്മുടെ വാഴ്ചയെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. മാത്രമല്ല, പാപത്തിൻ്റെ എല്ലാ അനന്തര ഫലങ്ങളുടെ മീതെയും ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരു വാഴ്ചയുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠിച്ചത് പാപത്തിൻ്റെ മീതെയുള്ള വാഴ്ചയെക്കുറിച്ചാണ്. പാപങ്ങളുടെ മോചനം മാത്രമല്ല, പാപങ്ങളുടെ മീതെ ജയവും സുവിശേഷം നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ആ പാപങ്ങളുടെ മേലുള്ള ജയം പിതാവാം ദൈവം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിവർത്തിച്ചിട്ടുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം പഠിച്ചത്, നാം യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് അവനോടുകൂടെ മരിച്ചിരിക്കുകയാണ്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വ്യക്തമാക്കുന്നത്, നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെയും ചുമന്നുകൊണ്ട് നമുക്ക് പകരമായി ക്രൂശിന്മേൽ കയറി. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെയോ നാം പാപത്തിന് മരിച്ചവരായി നീതിക്ക് ജീവിക്കേണ്ടതിനാണ്. നാം പാപത്തിന് മരിച്ചിരിക്കുകയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ, യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം വളരെ വ്യക്തമായി കണ്ടു കഴിഞ്ഞു. നാം ഇനി പാപവുമായി ബന്ധമുള്ളവരല്ല, മറിച്ച് നാം നീതിക്ക് ജീവിക്കുന്നവരാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ശരീരയാഗത്താൽ പാപത്തിൻ്റെ മേൽ ജയമെടുപ്പാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പിതാവാം ദൈവം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവമാകുവാൻ കഴിയുന്നത്? അത് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോവുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ, പാപം ചെയ്യുവാൻ മാത്രം കഴിയുന്ന നമ്മുടെ പഴയ മനുഷ്യൻ, ആദാമ്യ പ്രകൃതം, പാപത്തിൻ്റെ പ്രകൃതം യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം, നാം അറിയണം. ദൈവം നമുക്ക് വേണ്ടി ക്രൂശിൽ ചെയ്ത് തികച്ച കാര്യങ്ങളുടെ വ്യക്തമായിരിക്കുന്ന അറിവ്, പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്.
വെറും ഭൗതികമായ അറിവിനെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെയോ സ്വർഗത്തിലെ പിതാവാം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ബുദ്ധിയെ തുറന്ന് ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിച്ച് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനാൽ ഈ വചനങ്ങളുടെ സത്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്ന് അത് നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പാടാക്കി അതിൻ്റെ ജീവനും ആത്മാവും നിങ്ങളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ആകുവാൻ തുടങ്ങും. ആ വാക്യം ഇങ്ങനെ പറയുന്നു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. നമ്മുടെ പാപശരീരത്തിന് നീക്കം വരുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലാണ്. എന്നാൽ ഇന്ന് പാപത്തിന് അടിമപ്പെടാതെ ജീവിക്കത്തക്ക നിലയിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കണം. ഈ അറിവിന് വലിയ പ്രാധാന്യമുണ്ട്. രണ്ടാമതായിട്ട് അതിൻ്റെ 11-ാം വാക്യം പറയുന്നു, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണണം. രണ്ടാമത്തെ ശ്രേഷ്ഠമേറിയ കാര്യമാണ് നാം ചില കാര്യങ്ങളെ എണ്ണുവാൻ തുടങ്ങണം. എന്തുവാ എണ്ണുവാൻ പറഞ്ഞാൽ? അതായത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പും അതിൻ്റെ പ്രഖ്യാപനവുമാണ്. എന്താണ് നമ്മുടെ എണ്ണൽ? നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം എന്താണ്? അവിടെ ഇങ്ങനെ പറയുന്നു, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ആ വാക്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് നമ്മുടെ മരണം നടന്നത് ക്രിസ്തുവിനോടുകൂടെയാണ്. നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, യേശുക്രിസ്തു നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് പകരമായി ഭൂമിയിൽ വന്നെന്ന്. അവൻ്റെ മരണം നിങ്ങളുടെ പകരം മരണമായതുകൊണ്ട് നിങ്ങളും അവനോടുകൂടെ മരിച്ചുവെന്ന് ദൈവം കണക്കാക്കുകയാണ്. അത് നിങ്ങൾ വിശ്വസിക്കുകയാണ്. 9-ാം വാക്യം, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. 10-ാം വാക്യത്തിൽ, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. യേശുക്രിസ്തു ഒരിക്കലായിട്ട് ഈ ഭൂമിയിൽ വന്ന് പാപത്തിന് മരിച്ചു, പാപത്തെ വഹിച്ചു, അവൻ മരിച്ചു. അത് ഒരിക്കലായിട്ടാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ ദൈവത്തിനു വേണ്ടി മാത്രം ജീവിക്കുകയാണ്. ഔവണ്ണം നിങ്ങളും പാപത്തിന് മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവാൻ തുടങ്ങണം. യേശുക്രിസ്തു ഒരിക്കലായി പാപത്തിന് മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നത് പോലെ നാമും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് അവനോടുകൂടെ മരിച്ച് പാപത്തിനു മരിച്ച് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന് ജീവിക്കുന്നവർ എന്ന് നമ്മളെ തന്നെ കണക്കാക്കി അത് വിശ്വസിച്ച് അത് പ്രഖ്യാപിക്കാൻ തുടങ്ങണം. എങ്ങനെ ഈ ആത്മീയ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായി 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനമായ സംഗതി സമർപ്പണമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ദൈവത്തിനായി സമർപ്പിക്കണം, അഥവാ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. ഒരിക്കൽ നമ്മുടെ അവയവങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായി പാപത്തിനിഷ്ടം ചെയ്യുവാൻ പാപത്തിൻ്റെ ആയുധങ്ങളായി നാം സമർപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ക്രിസ്തു മുഖാന്തരം നമ്മുടെ പാപങ്ങൾക്ക് മോചനം വന്നു. നാം പാപത്തിന് മരിച്ചവരായി തീർന്നതുകൊണ്ട്
നമ്മുടെ അവയവങ്ങളെ ഇനി പാപത്തിന് സമർപ്പിക്കാതെ നീതിക്ക് ദാസന്മാരായി നാം സമർപ്പിക്കണം, നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ആ വചനം തുടങ്ങുന്നത് ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന കാര്യമാണ്. എന്താണ് ദൈവത്തിൻ്റെ മനസ്സലിവ്? 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. സകല മനുഷ്യരും ദൈവക്രോധത്തിൽ, ദൈവിക ന്യായവിധിയിൽ നിത്യമരണത്തിനായി വിധിക്കപ്പെട്ടിരിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ മനസ്സലിവിൽ അവൻ്റെ കരുണയാൽ, അവൻ്റെ കൃപയാൽ സകല മാനവജാതിക്കും പകരക്കാരനായി തൻ്റെ പുത്രനെ അയച്ച് അവനെ ന്യായം വിധിച്ചതിലൂടെ ദൈവം തൻ്റെ മനസ്സലിവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് ദൈവം തൻ്റെ നീതി ദാനമായി കൊടുത്ത് അവനെ നീതീകരിച്ച്, നീതിമാനാക്കി, വിശുദ്ധീകരിച്ച് ദൈവ തേജസ്സിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന കാര്യം 11-ാം അധ്യായം വരെ പറഞ്ഞിട്ട് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ഒരു യാഗമൃഗത്തെ ഒരു ദൈവത്തിന് അർപ്പിച്ചു കഴിഞ്ഞാൽ ആ യാഗമൃഗത്തിന് ഇനി തന്നിൽ തന്നെ ഒരവകാശവുമില്ല. ആ മൃഗത്തിൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥ അവകാശം കൈമാറ്റം ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഏതൊരു ദൈവത്തിനാണോ ആ മൃഗത്തെ സമർപ്പിച്ചത്, ഇനി ആ ദൈവത്തിനു മാത്രമേ ആ മൃഗത്തിൻ്റെ ശരീരത്തിന്മീതെ അവകാശമുള്ളൂ. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിനായി നാം നൽകിയിരിക്കുകയാണ്. അല്ലെങ്കിൽ പൂർണ്ണമായി നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. പാപം നമ്മിൽ ഇനി കർത്തൃത്വം നടത്താതിരിക്കേണ്ടതിന്, ഇനി പാപത്തിൻ്റെ ഇഷ്ടം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിന് സമർപ്പിക്കണം. അഥവാ നീതിക്ക് ദാസന്മാരായി സമർപ്പിക്കണം. അല്ലെങ്കിൽ നീതിയുടെ ആയുധങ്ങളായി നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ സമർപ്പിക്കണം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ നാം പാപമെന്ന യജമാനന് ദാസന്മാരായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്താൽ യേശുക്രിസ്തുവിൽ ചെയ്ത് തികച്ച പ്രവൃത്തിയിലുള്ള കാര്യമാണ്. പാപത്തിന് ദാസന്മാരായ നമ്മെ അവൻ വിടുവിച്ച് ഇപ്പോൾ നമ്മെ നീതിക്ക് ദാസന്മാരാക്കി തീർത്തിരിക്കുക. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. അവിടെ ഒരു പ്രധാന കാര്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുകയാണ്. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രമാത്രം അറിയുക, നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നു. ഇനി പാപത്തിന് നമ്മുടെ മേൽ അധികാരമില്ല, ഇനി പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല, മറിച്ച് ദൈവത്തിൻ്റെ നീതി നമ്മിൽ വാഴുകയാണ്. 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു,
നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് മനുഷ്യൻ്റെ രീതിയിൽ പറയുകയാണ്. ആത്മീയ ഉപദേശം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നാം പാപത്തിന് മരിച്ചവരാണ്. പാപത്തിൻ്റെ ദാസന്മാരായ നാം ഇപ്പോൾ നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുകയാണ്. പക്ഷേ മനുഷ്യരീതിയിൽ പറയുകയാണ്, പണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ അധർമ്മത്തിനും അനീതിക്കും പാപത്തിനും ദാസന്മാരായി സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നീതിക്ക് ദാസന്മാരായി സമർപ്പിക്കണം. വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കണം. വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കണം. നമ്മുടെ ശരീരത്തിൽ പാപത്തിൻ്റെ മൂലകങ്ങൾ ഏറെയാണ്. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ബുദ്ധിയിലും വികാരങ്ങളിലും നമ്മുടെ ആത്മാവിലും എല്ലാം പാപത്തിൻ്റെ മൂലകങ്ങളുണ്ട്. നമ്മെ ദൈവത്തിന് പൂർണ്ണമായി വിശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവം നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കുകയാണ്. അതിനായി നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. വിശുദ്ധീകരണം ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. ദൈവം നമ്മളെ നിവർത്തിക്കുകയാണ്. പക്ഷേ നാം പൂർണ്ണമായി ഈ സത്യങ്ങൾ അറിഞ്ഞ് ദൈവത്തിന് നമ്മെ സമർപ്പിച്ചു കൊടുക്കണം. അഥവാ നീതിക്ക് ദാസന്മാരായി നമ്മെ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ പാപത്തെ ജയിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നിവർത്തിച്ചിട്ടുണ്ട്. അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിയുമെന്ന് നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, ഈ ആത്മീയ സത്യങ്ങളെ നാം അറിയണം. അതിൻ്റെ വെളിപ്പാടുകൾ പ്രാപിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ ജീവനായി ആത്മാവായി തീരണം. രണ്ടാമതായി, നാം പാപത്തിന് മരിച്ചവരെന്നും നാം ഇപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് നമ്മളെ എണ്ണണം. മൂന്നാമതായി, നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ശരീരത്തെ നീതിക്ക് അടിമകളായി സമർപ്പിക്കണം. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം, ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചിച്ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ.
ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്കതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ.